ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കുട്ടത്തിൽ കൂടുതൽ വെട്ടിൽ. കാലുപിടിച്ച് തടയാൻ ശ്രമിച്ചിട്ടും രാഹുൽ ക്രൂരമായി ലൈംഗിക അതിക്രമം നടത്തിയെന്ന് രണ്ടാം കേസിലെ പരാതിക്കാരി മൊഴി നൽകി. Can I have sex with you? Sir? Can I have sex with you? ഇതുപോലത്തെ വ്യക്തികൾ ഇപ്പോഴും ഉണ്ടല്ലോ. പരാതി നൽകിയ പെൺകുട്ടി പറഞ്ഞത് സത്യമാണെങ്കിൽ ഭയങ്കര മോശമാണ്. ഭയങ്കര നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. എനിക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത്? എന്താണേലും സത്യം പുറത്തു വരും എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സത്യത്തെ പുറത്തു കൊണ്ടുവരാനായിട്ട് പ്രവർത്തിക്കുന്ന ചില ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, അതിൽ വളരെയധികം വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സത്യങ്ങളൊക്കെ പുറത്തു വരും. 2-3 മാസം മുമ്പേ ഹൂ കെയർസ് എന്നൊക്കെ പറഞ്ഞ് തമാശയായിട്ട് തള്ളിക്കളഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ഇത്ര വലിയ ഒരു എഫക്റ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതോടെ പോയില്ല, ഇതിലും കൂടുതൽ കാര്യങ്ങൾ സംഭവിക്കാനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ മറ്റന്നാൾ ഉത്തരവ് പറയും. വിധി വരെ രാഹുലിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിട്ടില്ലെങ്കിലും നിർബന്ധിത നിയമ നടപടികൾ പാടില്ല എന്ന് പോലീസിന് നിർദ്ദേശമുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങളാണ് പോലീസ്, ഞങ്ങളില്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ഇല്ല, നീതി നടപ്പാക്കാൻ ഇവിടെ ആരുമില്ല എന്നും പറഞ്ഞ് ഓടി ചാടി മറ്റേ മതിലൊക്കെ വലിഞ്ഞേറി പോയി അറസ്റ്റ് ചെയ്യാനൊന്നും നിൽക്കേണ്ട എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. രാഹുലിനെതിരെ ഗുരുതരമായ മൊഴിയാണ് കേരളത്തിന് പുറത്ത് താമസിക്കുന്ന 23-കാരി പോലീസിന് നൽകിയത്. പരിചയമുണ്ടായിരുന്ന രാഹുൽ ആദ്യം പ്രണയാഭ്യർത്ഥന നടത്തി, പിന്നീട് വിവാഹാഭ്യർത്ഥനയും. വീട്ടുകാരുമായി വിവാഹം ചർച്ച ചെയ്തു. വിവാഹം നിശ്ചയിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് രാഹുൽ ഔട്ട് ഹൗസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രാഹുലിന്റെ സുഹൃത്ത് ഫെനിയാണ് കാർ ഓടിച്ചിരുന്നത്. ഔട്ട് ഹൗസിലെത്തിയപ്പോൾ രാഹുൽ എനിക്ക് നിന്നെ ബലാത്സംഗം ചെയ്യണമെന്ന് പറഞ്ഞു. ഉപദ്രവം തുടങ്ങിയപ്പോൾ കാല് പിടിച്ച് വെറുതെ വിടണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ക്രൂരമായ ലൈംഗിക അതിക്രമം നേരിട്ടു. എന്താ അല്ലേ 22 ഫീമെയിലിൽ മറ്റേ പ്രതാപ് പോത്തൻ ചോദിച്ച പോലെ ആ ഒരു സീനാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതും കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് വീട്ടുകാർ ഒക്കെ കൂടിയിരുന്ന് സംസാരിച്ച ഒരു സിറ്റുവേഷനിൽ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ എന്ത് വക കാമഭ്രാന്തനൊക്കെയാണ്. ഇവനെയൊക്കെ എന്താ പറയേണ്ടത്? പക്ഷേ കുറ്റം ചെയ്തു എന്ന് പറയപ്പെടുന്ന വ്യക്തി ഇപ്പോഴും പുറത്താണ്. ഈ മറ്റേ പുള്ളിയുടെ പിക്ചറും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്, രാഹുൽ ഈശ്വർ. 2 രാഹുലാണ്. രാഹുലിന് പേരിട്ട എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ തോന്നില്ലേ ജീവിതത്തിൽ? ഈ രാഹുൽ ഈശ്വർ ഇപ്പോൾ 9-ാം ദിവസമായിട്ട് അകത്തല്ലേ. ആദ്യം 2 ദിവസം ഞാൻ ഫുഡ് കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ കോടതിയിൽ ജഡ്ജിയുടെ മുന്നിൽ, മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ പോയിട്ട് എനിക്ക് ഒരു 30 സെക്കൻഡ് തരുമോ എന്നൊക്കെ ചോദിച്ചെന്നാണ് ആൾക്കാർ പറയുന്നത്. ഭയങ്കര ട്രോളൊക്കെയാണ് പുള്ളിയെക്കുറിച്ച്. ഈ മറ്റേ ചാനൽ ചർച്ചയിലൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഈ 30 സെക്കൻഡ് ഒരു മിനിറ്റ് ഞാൻ ഒന്ന് പറയട്ടെ എന്നൊക്കെ പറയുന്ന പോലെയൊക്കെ ഉള്ള പ്രവൃത്തികളൊക്കെ അവിടെ ചെന്ന് കാണിച്ചെന്ന് തോന്നുന്നു. ശകലകലാവല്ലഭൻ പക്ഷെ വകതിരിവ് വട്ടപൂജ്യം. അടുത്ത അവധി സെപ്റ്റംബർ 22. താൻ പോയി വകതിരിവ് പഠിച്ചിട്ട്. ഈ രാഹുൽ ഈശ്വറിനോട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് ഒരു സഹതാപം, ഒരു പുച്ഛമൊക്കെയാണ് തോന്നുന്നത്. കാര്യം അറിയാതെ ആര് തമ്മിൽ ആ മാച്ച് എന്ന്, എന്താണ് മാച്ചിൻ്റെ സിറ്റുവേഷൻ, ഒരു ക്രിക്കറ്റ് കളി കാണുമ്പോഴേ ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും കളിക്കുകയാണ്. പണ്ടത്തെ ഒരു സിനിമയിലുണ്ടല്ലോ, ഗവാസ്കർ ഔട്ടായാലും ചോദിക്കും. ഇവിടെ കളിക്കുന്നത് മറ്റേ സച്ചിൻ ടെണ്ടുൽക്കറും ധോനിയും ഒക്കെ ആയിരിക്കും. അന്നേരം ആയിരിക്കും വന്ന് ചോദിക്കുന്നത് വെൻസക്കർ ഔട്ടായോ ഗവാസ്കർ ഔട്ടായോ എന്നൊക്കെ. കാര്യം അറിയാതെ ശരിക്കും ഇയാൾക്ക് അത്രയ്ക്കും കോൺഫിഡൻസ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിലുണ്ടായിരുന്നെങ്കിൽ ഇയാൾ ചെയ്തതൊക്കെ ഓക്കെയാണ്. കാര്യം അറിയാതെ പോയിട്ട് ഒരു കള്ളനെ സപ്പോർട്ട് ചെയ്യുന്നത് മണ്ടത്തരമല്ലേ? അതാണ് ഇയാൾ ചെയ്തത്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ആ പെൺകുട്ടിയുടെ പേരും ഐഡൻറ്റിറ്റിയൊക്കെ പുറത്തു വിട്ടു എന്നുള്ള ഒരു കേസിലാണ് ഇയാൾ അകത്തുള്ളത്. അപ്പോൾ ഇത്രയ്ക്കും കോമൺ സെൻസ് ഇല്ലാത്ത ഒരു വ്യക്തിയാണോ ഈ വലിയ ചാനൽ ചർച്ചയിലും ഈ മറ്റേ നാഷണൽ മീഡിയയിലൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്നത്? ശരിക്കും പുച്ഛം തോന്നാണ്. ശരിക്കും BBC-യോടും മറ്റേ റിപ്പബ്ലിക് TV പോട്ടെ, അത് പിന്നെ ഒരു പാഴ് ചാനലാണ്. അവർ പിന്നെ എന്ത് തോന്നിയാസം കാണിക്കും. പക്ഷേ ഈ BBC പോലത്തെ ചാനലും ഏഷ്യാനെറ്റും മനോരമയും എവിടെ നോക്കിയാലും ഇയാളെ കാണാമല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഇയാൾ പ്രത്യക്ഷപ്പെടും. പിന്നെ വലിയ ഘോര സംസാരമാണ്, ഭയങ്കര സംസാരമാണ്. വേറെ ഒരുത്തനുണ്ടല്ലോ ഈ മറ്റേ ബിഗ് ബോസിൽ വന്ന അഖിൽമാരാർ, അതുപോലെ ഞാൻ സ്വയം ബുദ്ധിജീവിയാണ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ആൾക്കാർക്ക് മോശമായിട്ട് തോന്നും, പിന്നീട് ആൾക്കാർ അതിനെ അംഗീകരിക്കും എന്നൊക്കെ പറയുന്ന അഖിൽമാരാരും ഈ രാഹുൽ ഈശ്വറും ഇവരൊക്കെ ഒരേ ടൈപ്പ് ആൾക്കാരാണ്. അതായത് സ്വയം ബുദ്ധിരാക്ഷസനാണ് എന്ന് പറഞ്ഞ് സ്വയം പ്രഖ്യാപിത രാജാവ് എന്നൊക്കെ വേണേൽ പറയാം. എന്ത് പറയാനല്ലേ? ഒരു കാര്യം അറിയാതെ ശരിക്കും അത്രയ്ക്കും കോൺഫിഡൻസ് ഉണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ ഇയാൾക്ക്? അതോ ഇനി അയാൾ രാഷ്ട്രീയത്തിലുള്ളതുകൊണ്ട് അയാൾക്കുള്ള പിടിപാട് കൊണ്ട് എല്ലാം അങ്ങ് ശരിയാക്കാം എന്നുള്ള ആ ഒരു വാഗ്ദാനത്തിൻ്റെ പേരിൽ ഇയാൾ ഇറങ്ങി തിരിച്ചാണോന്നും അറിയില്ല. അതോ ഇനി മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സിറ്റുവേഷൻ യൂസ് ചെയ്തിട്ട് ഈ മറ്റേ ന്യൂസിലും എല്ലാ സ്ഥലത്തും ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലോ, അതിനുവേണ്ടി ചെയ്താണോ എന്നറിയില്ല. പക്ഷേ അതിനുവേണ്ടി 8-9 ദിവസം
ജയിലിൽ കിടക്കാന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. റിമാൻഡ് എന്ന് പറയുന്നത് വലിയ സുഖമുള്ള ഏർപ്പാടൊന്നുമല്ല. എനിക്ക് തോന്നുന്നു രാഹുൽ ഈശ്വർ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല എന്നാണ് തോന്നുന്നത്. ഇത്രയ്ക്കും സിറ്റുവേഷൻ വഷളാവും, ഇത്രയ്ക്കും കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവും, ഇങ്ങനെ പിടിച്ച് ജയിലിലിടും എന്നൊന്നും വിചാരിച്ചില്ലെന്ന് തോന്നുന്നു. പിന്നെ അവിടെ പോയിട്ട് നിയമം ഒക്കെ മറ്റേ കോടതിയെ പറഞ്ഞ് ബോധിപ്പിക്കാം. കോടതിയുടെ അടുത്ത് മറ്റേ സിനിമ സ്റ്റൈലിലെ ഈ അക്യൂസ്റ്റ് ഇതിൽ മറ്റേ കൂടിനകത്ത് നിൽക്കുന്ന ആൾക്കാർ മറ്റേ നിയമം പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. അതുപോലൊക്കെ ഇനി കോടതി പറയാം എന്നൊക്കെ ഇനി ഇയാൾ വിചാരിച്ചിരുന്നോ എന്നും അറിയില്ല. വിചാരിച്ചിരുന്നെന്നാണ് തോന്നുന്നത് ഇയാളുടെ പ്രവൃത്തിയൊക്കെ കാണുമ്പോൾ. രണ്ടാമത്തെ പ്രാവശ്യമാണ് ബെയിൽ മറ്റേ ജാമ്യം നിഷേധിച്ചിരിക്കുന്നത് ഇയാൾക്കെതിരെയുള്ള ഈ കേസ് അത്രയ്ക്കും സ്ട്രോങ് ആണ് എന്ന് കോടതിക്ക് തോന്നണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നടിയെ മറ്റേ ആക്രമിച്ചു, ബലാത്സംഗം ചെയ്തു എന്ന് പറയപ്പെടുന്ന കേസിൽ ദിലീപ് വരെ പുറത്തു വന്നു, ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട്. പക്ഷേ കുറച്ച് ദിവസം ദിലീപ് അകത്ത് കടന്നിട്ടുണ്ട്. 2017 മഞ്ജു ഗൂഢാലോചന ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ കേസ് ഇത്രയ്ക്കും സ്ട്രോങ് ആയിട്ട് എനിക്കെതിരെ തിരിഞ്ഞത് എന്നൊക്കെയാണ് ദിലീപ് ഇന്നലെ വന്ന് വെച്ച് കാച്ചിട്ട് പോയത്. മഞ്ജുവിൻ്റെ പേര് ആദ്യമായിട്ടാണ് തോന്നുന്നു പുള്ളി ഇത്രയും ഓപ്പണായിട്ട് വന്ന് പറയുന്നത്. മഞ്ജു എന്നാണ് പറയുന്നത്. എന്താ ഒരു സ്നേഹമല്ലേ. എന്താണെങ്കിലും അത് ഭയങ്കര ഒരു കേസാണ്. അതിൽ ശരിക്കും ദിലീപ് അകത്താകേണ്ടതാണ്. പക്ഷേ പൾസർ സുനിയൊക്കെ മാത്രമേ ചെയ്തുള്ളൂ കാര്യങ്ങൾ, അല്ലാതെ ദിലീപിന് അതിലൊന്നും പങ്കില്ല എന്നാണ് ഇപ്പോൾ തെളിഞ്ഞിട്ടുള്ളത്. ഒരുപാട് മൊഴി മാറ്റിയും ഇതായി ഒരുപാട് മാനിപ്പുലേഷൻ സംഭവിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ വേറെ ചില ആൾക്കാർ ഇപ്പോൾ പുറത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ദിലീപ് പാവം നല്ലവൻ, അവൻ്റെ ജീവിതം തന്നെ കുളവാക്കി. അങ്ങനെ ഒരാളുടെ ജീവിതം ചുമ്മാ കുളവാക്കാൻ പറ്റുമോ? അപ്പോൾ മഞ്ജു വാര്യർ എന്ന് പറയുന്ന വ്യക്തി അത്രയ്ക്ക് മോശപ്പെട്ട ഒരു വ്യക്തിയാണ്. മഞ്ജു വാര്യർ പറഞ്ഞുകൊണ്ട് മാത്രം കോടതി കേസെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ മറ്റേ പോലീസ് കേസെടുത്ത് ഇത്രയും കാലം ഇത് കൊണ്ടു നടക്കണമെങ്കിൽ അത് ചില്ലറ കേസൊന്നല്ല. ഇത്രയും അഡ്വക്കേറ്റ്സും കാര്യങ്ങളൊന്നും ആവശ്യമില്ലല്ലോ. അങ്ങനെ മഞ്ജു പറഞ്ഞുകൊണ്ട് മാത്രമാണ് കോടതി കേസെടുത്തതെന്ന് ദിലീപ് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും ചിരിയാണ് തോന്നുന്നത്. ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്, ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനെ നടപടി ഉണ്ടാക്കിയത്. എന്തായാലേ പോലീസുകാർ വിചാരിച്ചാൽ കള്ളക്കേസ് ഇടാനൊക്കെ പറ്റും. പക്ഷേ ഇത്രയും വലിയ ഒരാൾക്കെതിരെ, ഇത്രയും വക്കീലും ഇത്രയും സ്വാധീനമൊക്കെ ഉള്ള ഒരാൾക്കെതിരെ അങ്ങനെ ഒരു കേസ് ഒരു സ്ത്രീ പറഞ്ഞുകൊണ്ട് മാത്രം പോലീസുകാർ ഒരു കേസ് എടുക്കണമെങ്കിൽ ആ സ്ത്രീയും ആ പോലീസുകാരിയും തമ്മിൽ എത്രയ്ക്ക് അടുപ്പത്തിലായിരിക്കണം, അല്ലെങ്കിൽ ആ സ്ത്രീ ഇയാളുടെ മുൻഭാര്യയ്ക്ക് എത്രയ്ക്ക് സ്വാധീനം ഉണ്ടാവണം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലും പിന്നെ ജുഡീഷ്യറിയിലും എന്നൊക്കെയാണ് ഇയാളുടെ ഈ സംസാരം കാണുമ്പോൾ എനിക്ക് ചോദിക്കാൻ തോന്നുന്നത്. അതിനായിട്ട് ഈ കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇന്ന് കോടതിയിൽ ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത്. ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തിൽ എൻ്റെ കരിയർ, എൻ്റെ ഇമേജ്, എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇന്ന് എനിക്ക് എൻ്റെ കൂടെ നിന്ന് എല്ലാ കുടുംബാംഗങ്ങളോടും, എൻ്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളോടും, അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേര്, കോടിക്കണക്കിന് ആൾക്കാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. തള്ളാം, നമുക്ക് ജീവിതത്തിൽ തള്ളുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ തള്ളുന്നതിന് ഒരു അളവൊക്കെ വേണം. ഈ മറ്റേ കിലോ കണക്കിന് അല്ലെങ്കിൽ കിൻഡൽ കണക്കിന് വന്നിട്ട് തള്ളരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ദിലീപിനോട്. ദിലീപ് ശരിക്കും ഈ ഒരു പ്രസ് മീറ്റിൽ സാധാരണമായിട്ട് അങ്ങ് പറഞ്ഞാൽ മതി, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരോടൊക്കെ ഞാൻ നന്ദി പറയുന്നു, എനിക്കെതിരെ ഉണ്ടായ കേസ് കള്ളമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്, നീതി ജയിച്ചു എന്നൊക്കെ പറഞ്ഞങ്ങ് നിർത്തിയാൽ മതി. പക്ഷേ അത് പറ്റില്ലല്ലോ. അന്നേരം വന്നങ്ങ് മെഴുകല്ലേ. ഇമാതിരി ഡയലോഗ് അടിച്ചിട്ട് ഇത് കണ്ടിട്ട് ഇനി ഏതെങ്കിലും നീതി നടപ്പിലാക്കണം എന്ന് പറഞ്ഞ് മറ്റേ ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ചില ഒരുപാട് അഭിഭാഷകരും ഒരുപാട് ജഡ്ജിമാരും മജിസ്ട്രേറ്റുമാരൊക്കെ ഉള്ള ഒരു നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം വന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഇയാൾക്കെതിരെ സ്വമേധയാ ഇനി ആരെങ്കിലുമൊക്കെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇയാളെ ഇനിയും വെട്ടിൽ കൊണ്ട് ചാടിച്ചാൽ അതിൽ വലിയ അതിശയമൊന്നുമില്ല.
അത്രേ എനിക്ക് തോന്നുന്നുള്ളൂ ഇത് കാണുമ്പോൾ. തള്ളാം, പക്ഷേ അതിനൊരു അളവൊക്കെ വേണം. എന്നിട്ട് മൊത്തം ജുഡീഷ്യറിയെ മൊത്തത്തിൽ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ ഇയാൾ വന്നിട്ട് പറയുന്നത് ഇങ്ങനെ ഒരു കള്ളക്കേസിൽ കുടുക്കി എൻ്റെ കരിയർ നഷ്ടപ്പെടുത്തി, എൻ്റെ കരിയർ ഇല്ലാണ്ടാക്കി. ഇയാളുടെ കരിയർ ഇല്ലാണ്ടാക്കിയിട്ട് ആ ഒരു സ്ത്രീക്ക് നേട്ടമുണ്ടെങ്കിൽ, മഞ്ജു വാര്യർ എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് ഇയാളുടെ കരിയർ നശിച്ചു പോയാൽ, ഇയാളുടെ ജീവിതത്തിൽ നശിച്ചു പോയാൽ നേട്ടം ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് മാത്രം മൊത്തം ജുഡീഷ്യറി അതിന് സപ്പോർട്ട് ചെയ്തു. ഒരുപാട് ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്തു. മൊത്തം ജുഡീഷ്യറി അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് ഇയാളെ കള്ളക്കേസിൽ കുടുക്കി 8 കൊല്ലത്തോളം ആ കേസ് നീണ്ട് ഇങ്ങനെ പോയി എന്നൊക്കെ പറയുന്നത് അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് പ്രയാസമുണ്ട്. അങ്ങനെ അങ്ങോട്ട് തൊണ്ട തൊടാതെ ആ വെള്ളം അങ്ങോട്ട് ഇറക്കാൻ പറ്റുന്നില്ല എനിക്ക് പ്രത്യേകിച്ച്. ഒരുപാട് ആൾക്കാർക്ക് ആ ഒരു അഭിപ്രായമുണ്ട്, ഇത് മൊത്തം കള്ളമാണെന്ന് ഇയാൾ പറയുന്നത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല.